തെരുവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. കാൽവരി യാത്രയിലേക്ക് സ്വാഗതം. തപസ്സുകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഇന്ന്. തപസ്സുകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയെ ലേത്താരെ സൺഡേ എന്നാണ് വിളിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 66-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദത്തിൻ്റെ സന്ദേശം എടുത്തുകൊണ്ടാണ് സഭാമാതാവ് ഈ ഞായറാഴ്ചയെ ലേത്താരെ സൺഡേ എന്ന് വിളിക്കുന്നത്. ആനന്ദിക്കുവാനായിട്ട് കാരണമുണ്ട്. എന്തെന്നാൽ അറ്റുപോയ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്ന സുവിശേഷ ഭാഗമാണ് സഭാമാതാവ് ഇന്ന് ധ്യാന വിഷയമായി തൻ്റെ മക്കൾക്ക് നൽകുന്നത്. തകർന്നടിഞ്ഞ മനുഷ്യനെ സ്വർഗത്തോളം ഉയർത്തുന്ന പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. പിച്ചപാത്രത്തെ ദൂരെ എറിഞ്ഞ് രാജകീയ മേശയിലെ വിഭവസമൃദ്ധമായ വിരുന്നിലേക്ക് തിരികെ എത്തുന്ന മനുഷ്യരെ ക്ഷണിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് നമ്മളിന്ന് ചിന്താവിഷയം ആക്കുന്നത്. അപ്പോൾ എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കാൻ സാധിക്കും? എങ്ങനെ സന്തോഷിക്കാതിരിക്കാനായിട്ട് സാധിക്കുവിൻ? സന്തോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. മാത്രമല്ല, അവിടെ പുതിയ വസ്ത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്, മോതിരത്തെക്കുറിച്ച് പരാമർശമുണ്ട്, പാദങ്ങളിൽ പാദരക്ഷകൾ അണിയിക്കുന്നതിനെക്കുറിച്ച് ചിത്രങ്ങളുണ്ട്. അതിനാൽ ആഹ്ലാദിക്കേണ്ടിയിരിക്കുന്നു, ആനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ് ആ സുവിശേഷ ഭാഗം? ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമായിട്ട് കാണുന്ന 15-ാമത്തെ അധ്യായം 11 മുതൽ വിവരിക്കപ്പെടുന്ന ധൂർത്ത പുത്രന്റെ ഉപമയാണ് ആ സുവിശേഷ ഭാഗം. ധൂർത്തനായ പുത്രൻ, സ്നേഹത്തിൽ ധൂർത്തനായ പിതാവ്, ഇവരൊക്കെയാണല്ലോ ആ സുവിശേഷ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ലൂക്കാ സുവിശേഷകൻ ഈ ധൂർത്തനായ മകനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ചും ലൂക്കാ സുവിശേഷകൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഉപമകളും ചേർത്ത് വായിക്കുവാനാണ്, ധ്യാനിക്കുവാനാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ പൊതുവായ താല്പര്യം മുൻനിർത്തി പരിശോധിച്ചാൽ ഈ 3 ഉപമകൾക്കും വിവിധ സന്ദേശങ്ങൾ നമ്മളോട് പറയുവാനായിട്ട് ഉണ്ട്. കാണാതായിട്ട് തിരികെ ലഭിക്കുന്ന ആടിനും നഷ്ടപ്പെട്ടു പോയിട്ട് കണ്ടെത്തുന്ന നാണയത്തിനും പിതാവിൻ്റെ കയ്യിൽ നിന്ന് സമ്പാദ്യമെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വരുന്ന മകനും നമ്മളോട് പറയാൻ ഒരുപാട് സന്ദേശമുണ്ട്. ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്ന സൃഷ്ടികർമ്മം വരെ, ആദ്യ മനുഷ്യൻ വരെ നീളുന്ന ചില സൂചനകൾ ഈ ഉപമകൾ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ നമ്മളുടെ ധ്യാനം ഈ 3 ഉപമകളിലൂടെയും കൂടി കടന്നു പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാണാതായ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ഉപമയിൽ ഒരു ഇടയൻ്റെ ചിത്രമുണ്ട്. കാണാതായ നാണയത്തെ അന്വേഷിക്കുന്ന ഉപമയിൽ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. തിരികെ എത്തുന്ന മകനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന പിതാവിൻ്റെ ചിത്രം ധൂർത്തപുത്രൻ്റെ ഉപമയിലും ഉണ്ട്. മിലാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസ് ചോദിക്കുന്ന ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് ഈ ഉപമയിലെ ഇടയൻ? ആരാണ് ഉപമയിലെ സ്ത്രീ? ആരാണ് ഉപമയിലെ പിതാവ്? എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം അതിനെ വിവരിക്കുന്നുണ്ട്. ഇടയൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്.
നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റിക്കൊണ്ടുവരുന്ന ഇടയനായ യേശുനാഥൻ. എന്നിട്ട് അദ്ദേഹം പറയും, നമ്മുടെ പാപങ്ങളാണ് അദ്ദേഹം അവിടുന്ന് ചുമലിൽ ഏറ്റിയത്. നമ്മളുടെ പാപങ്ങൾ സ്വീകരിച്ച് അത് സ്വന്തം ശരീരത്തിൽ വഹിക്കുന്ന യേശുനാഥനെയാണ് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിൽ ചിത്രീകരിക്കുന്ന ഇടയൻ എന്ന് വിശുദ്ധ അംബ്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, നഷ്ടപ്പെട്ടു പോയ നാണയത്തിലെ സ്ത്രീ. ആരാണ് ആ സ്ത്രീ? വിശുദ്ധ അംബ്രോസിന് മറുപടിയുണ്ട്, അത് സഭാ മാതാവാണ്. നഷ്ടപ്പെട്ട നാണയത്തെ അന്വേഷിക്കുന്ന സ്ത്രീയെപ്പോലെ നഷ്ടപ്പെട്ടു പോകുന്ന, കൂട്ടത്തിൽ നിന്ന് അകന്നു പോകുന്ന, സഭയിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ മനുഷ്യനെയും അന്വേഷിച്ചിറങ്ങുന്ന സ്ത്രീയാണ് സഭാമാതാവ് എന്ന് വിശുദ്ധ അംബ്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവളുടെ സമീപം, അവളുടെ ചാരെ, അവളുടെ മടിയിൽ നമുക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, അതിനേക്കാൾ ഉപരി രക്ഷയുണ്ട് എന്ന് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നു. ധൂർത്തപുത്രന്റെ ഉപമയിൽ ആരാണ് പിതാവ് എന്ന് അംബ്രോസ് ചോദിക്കുന്നുണ്ട്. അത് നമ്മെ ചുമലിലേറ്റി തിരിച്ചെത്തുന്ന നല്ല ഇടയനായ യേശുവിൻ്റെ പിതാവായ ദൈവമാകുന്നു എന്ന് വിശുദ്ധ അംബ്രോസ് പറയുന്നു. അപ്പോൾ ലേത്താരെ സൺഡേ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഞായറാഴ്ച എങ്ങനെ നമുക്ക് ആഹ്ലാദിക്കാതിരിക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും? ആഹ്ലാദിക്കുവിൻ പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുവിൻ. എന്തെന്നാൽ നമ്മളെ അന്വേഷിക്കുന്ന ദൈവപുത്രനായ ഒരു ഇടയനുണ്ട്, നമ്മളെ അന്വേഷിക്കുന്ന സഭാമാതാവുണ്ട്, നമ്മളെ കാത്തിരിക്കുന്ന നല്ല ഇടയൻ്റെ പിതാവായ ദൈവം, നമ്മുടെ എല്ലാവരുടെയും പിതാവായ ദൈവം ഉണ്ട് എന്ന ആ യാഥാർത്ഥ്യം സന്തോഷത്തിലേക്ക്, ആഹ്ലാദത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ആ പിതാവ് നമുക്കായിട്ട് പുതിയ വസ്ത്രമൊരുക്കുന്നുണ്ട്. ആ പിതാവ് നമുക്കായിട്ട് പുതിയ മോതിരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ പിതാവ് നമുക്കായിട്ട് പുതിയ ചെരുപ്പുകളും വാങ്ങിവെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് അവ നൽകുന്ന സന്ദേശം? ഈ മൂന്ന് കാര്യങ്ങളുടെയും അർത്ഥതലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അംബ്രോസിൽ നിന്ന് യാത്ര ചെയ്ത് വിശുദ്ധ അഗസ്തീനോസിൽ നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 112 പ്രസംഗം മനോഹരമായിട്ട് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ പിതാവ് ഇപ്രകാരമാണല്ലോ പറയുന്നത്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്ന്. നമുക്കൊന്ന് മാറ്റി വായിക്കാൻ ശ്രമിച്ചാൽ, പഴയ വസ്ത്രം ഉരിഞ്ഞുകളയുക, പുതിയ വസ്ത്രം അണിയിക്കുക എന്നാണ് പിതാവ് പറയുന്നത്. പൗലോസിൻ്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ, പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുക, പുതിയ മനുഷ്യനെ ധരിക്കുക. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ പഴയ വസ്ത്രം പഴയ മനുഷ്യൻ്റെ അടയാളമാണ്, പുതിയ വസ്ത്രം പുതിയ മനുഷ്യൻ്റെ അടയാളമാണ്. നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സ്വീകരിക്കുവാനായിട്ട് പിതാവായ ദൈവം പുത്രന്മാരായ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ഉപമയിൽ വസ്ത്രം ധരിപ്പിക്കുക എന്ന പ്രവൃത്തി വഴി എന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ച നിമിഷങ്ങളെക്കുറിച്ച്. ജ്ഞാനസ്നാന വേളയിൽ നമ്മളൊക്കെ പുതിയ വസ്ത്രം സ്വീകരിക്കുന്നവരാണ്. യേശുവിനെ വസ്ത്രമായിട്ട് അണിഞ്ഞ നിമിഷങ്ങളാണത്. നമ്മളുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, പിതാവ് തിരിച്ചു വരുന്ന മകന് നൽകുന്ന ആ പുതിയ വസ്ത്രം കേവലം ഒരു വസ്ത്രം മാത്രമല്ല, മറിച്ച് അതിനകത്ത്
ഒരുപാട് സിംബോളിസം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിതാവ് അവന് പുതിയ വസ്ത്രം നൽകുക വഴി അവന് ഒരു പുതിയ ജന്മം നൽകുന്നു എന്ന് അർത്ഥമാക്കുന്നു. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നടത്തുന്ന ഒരു താരതമ്യ പഠനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അത് പഴയ ആദവും പുതിയ ആദവും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. അത് ആദ്യത്തെ മനുഷ്യനും യേശുവും തമ്മിലുള്ള പഠനമാണ്. ഒരുവൻ വഴി പാപം ലോകത്തിലേക്ക് കടന്നു വന്നു, ഒരുവൻ വഴി മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ രണ്ടാമത്തെ ആദം വഴി ജീവൻ ലോകത്തിലേക്ക് കടന്നു വന്നു, രക്ഷ ലോകത്തിലേക്ക് കടന്നു വന്നു, നിത്യമായ ജീവനും ലോകത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചത്, ധൂർത്തപുത്രന്റെ ഉപമ, അവന്റെ തിരിച്ചുവരവ്, അവന് നൽകുന്ന വസ്ത്രം ഒക്കെ നിസ്സാരമായ കാര്യമല്ല നമ്മളോട് പറയുന്നത്. മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ പേജുകളിലേക്ക് പോലും നമ്മളെ നയിക്കുവാൻ ഈ ഒരു ഉപമ പ്രാപ്തമാണ് എന്ന് മനസ്സിലാക്കുക. പിതാവ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തിയാണല്ലോ മോതിരം അണിയിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി. അവന് മോതിരം അണിയിക്കുവാനായിട്ട് പിതാവായ ദൈവം നിർദ്ദേശം കൊടുക്കുകയാണ്. മോതിരം ഉടമ്പടിയുടെ അടയാളമാണല്ലോ. വിവാഹവേദിയിൽ ദൈവജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ വെച്ച് മണവാളൻ മണവാട്ടിയുടെ വിരലിൽ അണിയിക്കുന്ന മോതിരം, മണവാട്ടി മണവാളൻ്റെ വിരലിൽ അണിയിക്കുന്ന മോതിരം, അത് ശാശ്വതമായ ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. മരണം വരെ പിരിയാത്ത, ഒന്നിച്ചു നിൽക്കുവാനുള്ള ഒരു ഉടമ്പടിയുടെ അടയാളം. മെത്രാന്റെ വിരലിലേക്ക് തിരുസഭ തൻ്റെ രൂപതയെ ഏൽപ്പിച്ചുകൊണ്ട് മോതിരം അണിയിക്കുന്ന അവസരത്തിലും മെത്രാന് സഭയോടുള്ള, പ്രാദേശിക സഭയോടുള്ള ഉത്തരവാദിത്വത്തെ, ഉടമ്പടിയെ അത് അർത്ഥമാക്കുന്നു. പിതാവ് മകന്റെ വിരലുകളിൽ മോതിരം അണിയിക്കാൻ നിർദ്ദേശിക്കുക വഴി പിതാവ് മകനുമായിട്ട് ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അത് ഇനി അകന്നു പോകാൻ പാടില്ലാത്ത ഉടമ്പടിയാണ്. ഇനി പിതാവും പുത്രനും തമ്മിൽ ഒരിക്കലും അകൽച്ച വന്നുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവനും പിതാവുമായിട്ട് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് സ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് സമാന്തര സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, അല്ല എങ്കിൽ അന്ത്യ അത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശുനാഥൻ പറയുന്നത് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തമെന്നാണ്. കാണുക, ദൈവം നമ്മളുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പഴയ ഉടമ്പടികളെയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി സംജാതമായിരിക്കുന്നു. ആ പുതിയ ഉടമ്പടിയിലെ ഒരംഗമാണ് തിരിച്ചു വന്നിരിക്കുന്ന ധൂർത്തപുത്രൻ എന്ന് ഓർക്കുക. പിതാവ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രവൃത്തിയാണല്ലോ അവന് ചെരിപ്പുകൾ ധരിപ്പിക്കുന്നത്. ഭൃത്യന്മാരെ വിളിച്ച് നിർദ്ദേശിക്കുകയാണ് അവന് ചെരിപ്പുകൾ കൊടുക്കുക എന്ന്. കാരണം ഇനി മുതൽ അവൻ്റെ പാദങ്ങളിൽ അഴുക്ക് പുരണ്ടുകൂടാ. ഇനി മുതൽ അവൻ്റെ കാലുകളിൽ പൊടികൾ പോലും പറ്റിക്കൂടാ. ഇത്രയും നാള് അവൻ പന്നിക്കൂട്ടിലായിരുന്നു, അവിടെ അശുദ്ധിയായിരുന്നു അവൻ്റെ പാദങ്ങളിൽ നിറയെ. എന്നാൽ അവനിതാ തിരിച്ചു വന്നിരിക്കുന്നു, അവന് പുതിയ ചെരുപ്പുകൾ നൽകുവിനെന്ന്. എന്തിനാണ് അവൻ ചെരുപ്പുകൾ നൽകുന്നത്? കാരണം അവനൊരു പുതിയ ദൗത്യം കൊടുക്കുകയാണ്. പിതൃസ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷകനായിട്ട് പിതാവ് അവനെ അയക്കുവാൻ പോകുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ഈ ചെരുപ്പ് ധരിപ്പിക്കുന്ന നിമിഷമെന്ന് പറയുന്നത്. ഇസയാസ് പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദങ്ങൾ മലമുകളിൽ എത്രയോ മനോഹരങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലും നമ്മൾ ഇത് വായിച്ചു കേൾക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ്. ആ സുന്ദരമായ പാദങ്ങളിൽ ഇനി അഴുക്ക് പുരണ്ടുകൂടാ, അവിടെ ചെളി പറ്റിക്കൂടാ. അതിനാൽ പിതാവായ ദൈവം പുത്രന്
പുതിയ ചെരുപ്പുകൾ നൽകിയാൻ, പുതിയ ദൗത്യം നൽകിയാൻ. നിങ്ങൾ ഓർക്കണം, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം യേശുനാഥൻ പാദക്ഷാളന കർമ്മം നടത്തുന്ന സ്ഥലമാണ്, അധ്യായമാണത്. അവിടെ അവരുടെ പാദങ്ങൾ കഴുകുക വഴി അവരെ വിശുദ്ധീകരിക്കുകയാണ്. കാരണം യേശുവിന് ശേഷം ഇനി ദൈവരാജ്യത്തെപ്പറ്റി പ്രഘോഷിക്കേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരാണ്, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. അവരുടെ ആത്മാവും അവരുടെ ശരീരം മുഴുവനും ശുദ്ധമായിരിക്കണം. അതിൻ്റെ അടയാളമാണ് അവിടുന്ന് പാദങ്ങൾ കഴുകുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ അതുവഴി യേശുനാഥനും തൻ്റെ ശിഷ്യന്മാരായിട്ട് അപ്പോസ്തലന്മാരുമായിട്ട് ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുത്തുകയായിരുന്നു. പിതാവ് അവന് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു, പുതിയ ചെരുപ്പുകൾ ധരിപ്പിക്കുന്നു, പുതിയ മോതിരം അണിയിക്കുന്നു. അത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, അവനെ വാരിപ്പുണരുകയാണ്. സുവിശേഷം ഇപ്രകാരം നമ്മളോട് പറയുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്ന പിതാവ് എന്ന്. അവനെ കെട്ടിപ്പിടിക്കുന്ന പിതാവ്, പുത്രനെ തൻ്റെ 2 കരങ്ങളും കൊണ്ട് ആശ്ലേഷിക്കുന്ന പിതാവിനെ ലൂക്കാ സുവിശേഷകൻ നമ്മളോട് പറയുകയാണ്. എൻ്റെ മനസ്സിലേക്ക് ഈ സമയത്ത് വരുന്നത് ലിയോൺസിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഇറനേവൂസിന്റെ ഒരു കൃതിയാണ്. എഗെയിൻസ്റ്റ് ഹെറസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പിതാവിന്റെ 2 കരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരു കരം തൻ്റെ പുത്രനായ യേശുക്രിസ്തു, 2ാമത്തെ കരം പരിശുദ്ധാത്മാവായ ദൈവം. പുത്രനെ ആശ്ലേഷിക്കുക വഴി, കെട്ടിപ്പിടിക്കുക വഴി, ഇറനേവൂസിന്റെ ഭാഷ ഉപയോഗിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, പിതാവായ ദൈവം പുത്രന്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തൻ്റെ തിരിച്ചു വന്ന മകന് കൊടുക്കുകയായിരുന്നു എന്ന്. തിരിച്ചു വരുന്നവർക്കെല്ലാം രക്ഷയുണ്ട്, തിരിച്ചു വരുന്നവർക്കെല്ലാം ആത്മാവിൻ്റെ അഭിഷേകമുണ്ട് എന്ന് ധൂർത്തപുത്രനും പിതാവും തമ്മിലുള്ള കെട്ടിപ്പിടിക്കൽ പ്രക്രിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്രകാരം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സിംബോളിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ ഞായറാഴ്ച, 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് ഓർക്കുക. സ്നേഹം കോരിച്ചൊരിയുന്ന പിതാവിൻ്റെ രീതിയെക്കുറിച്ചും നമ്മെ ചുമലിൽ വഹിക്കുന്ന പുത്രൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ധൂർത്തപുത്രന് സംഭവിച്ചത്? അവൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം. ഉപമയിൽ തന്നെ പറയുന്നുണ്ട്, തൻ്റെ അവകാശം വാങ്ങിക്കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോയി എന്നാണ്. അവിടെ ചെന്ന് അവൻ്റെ സ്വത്തുക്കളെല്ലാം അവൻ ദുർവിനിയോഗം ചെയ്യുന്നു. എന്തുകൊണ്ട് ദുർവിനിയോഗം ചെയ്തു? കാരണം അവന് അവൻ്റെ റീസനെ, അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ മനസ്സിനെ, അവന് ദൈവം നൽകിയ വിവേകത്തെയും വിവേചനത്തെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് അതിൻ്റെ പിന്നിലെ കാരണം. മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ്, അവൻ്റെ ബുദ്ധിയാണ്, അവന് ദൈവം നൽകിയിരിക്കുന്ന വിവേകമാണ്, കാര്യങ്ങൾ വിവേചിച്ചറിയുവാനുള്ള ശക്തിയാണ്, അതനുസരിച്ച് നല്ലത് ഓപ്റ്റ് ചെയ്യുവാനുള്ള, തിരഞ്ഞെടുക്കുവാനുള്ള അവൻ്റെ കഴിവാണ്. ബാക്കി എല്ലാ സ്വത്തുക്കളും കടന്നു പോകും, പക്ഷേ അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് പന്നിക്കൂട്ടിലായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. അവിടെ നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട് മാലാഖമാരും ഒന്നുമല്ല വരുന്നത്, അവിടെ വരുന്നതൊക്കെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് തന്റെ പ്രസംഗത്തിൽ പന്നിക്കൂട്ടിലെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ധൂർത്തപുത്രനെ പറ്റി ഇപ്രകാരം പരാമർശിക്കുന്നത്: ഫീഡിംഗ് പിഗ്സ് ഈസ് എ ഫോം ഓഫ് സ്ലേവറി വിച്ച് ഈസ് ദ ലോവസ്റ്റ് ഓഫ് ദ ലോ ആൻഡ് അൺക്ലീൻ സ്പിരിറ്റ് ലൈക്ക് ടു വലോ വിറ്റ്. അതായത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു തരം അടിമത്തമാണ്. അതിനേക്കാൾ താഴേക്ക് ഇനി പോകാൻ മനുഷ്യന് സാധിക്കുകയില്ല. അവിടെ എല്ലാ തരം അശുദ്ധാത്മാക്കളും നമ്മളെ താലോലിക്കാനായിട്ട് വരുന്നു. നമ്മളുടെ ജീവിതം ദുസ്സഹമായി മാറുന്നു. അവിടെ നിന്നുള്ളൊരു തിരിച്ചുവരവാണ് നമുക്ക് വേണ്ടത്. അവിടെ മുതൽ നമ്മൾ മനസ്സിലാക്കണം, ധൂർത്തപുത്രൻ ദൈവം തനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പാദ്യമായ മനസ്സ്, തൻ്റെ ഹൃദയം, തൻ്റെ ചിന്താശേഷി, തൻ്റെ വിവേചിച്ചറിയുവാനുള്ള കഴിവ്, തൻ്റെ വിവേകം, അതൊക്കെ അവൻ പ്രയോജനപ്പെടുത്തി എന്ന്. അവിടെ വെച്ച് അവൻ തിരിച്ചറിയുകയാണ്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് പോകണമെന്ന്.
സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഭൗമികമായ സ്വത്ത് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്ന ഇപ്രകാരമുള്ള വാസനകളാണ്, ശേഷികളാണ്, ശക്തികളാണ് എന്ന് തിരിച്ചറിയുക. എന്ന് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റാതെ നമുക്ക് പോകുന്നുവോ അന്ന് നമ്മളുടെ ഭൗമികമായിട്ടുള്ള എല്ലാ സ്വത്തുക്കളും ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ചെന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത് പന്നിക്കൂട്ടിലായിരിക്കും. അപ്പോൾ നമ്മളുടെ ചിന്താശക്തികളെയൊക്കെ ക്രമമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ധൂർത്തപുത്രൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. സ്വത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവനെ തന്നെ നഷ്ടമായി. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സങ്കീർത്തനത്തിൽ മനോഹരമായൊരു വാചകമുണ്ടല്ലോ. 40-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടമാകത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നുവെന്ന്. അവനിലേക്ക് തന്നെ തിരിച്ചു വരിക, അവനവനിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവ് നമ്മളെ തിരിച്ചറിവുണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് ധൂർത്തപുത്രൻ നമ്മളോട് പറയുന്ന ഉപമ. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇതുവരെ പരാമർശിക്കാതെ പോയ ഒരു കഥാപാത്രമുണ്ട്. അത് ധൂർത്തപുത്രന്റെ സഹോദരനാണ്. അവൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുന്നു. ഇവിടെ സുന്ദരമായ വാദ്യമേളങ്ങളൊക്കെ കേൾക്കുന്നു. എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്ന് അവൻ അന്വേഷിക്കുന്നു. അവൻ ആ സന്തോഷത്തിൽ പങ്കുചേരാതെ അവൻ പുറത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരവും തിരിച്ചുവരവുമൊക്കെ അംഗീകരിക്കാൻ വിഷമിക്കുന്ന മനുഷ്യരുടെ, അതിനൊക്കെ മടി കാണിക്കുന്ന മനുഷ്യരുടെ അടയാളമാണ് ഈ മകൻ എന്നോർക്കണം. മാനസാന്തരം അംഗീകരിക്കുക നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചരിത്രം നോക്കാതെ, അന്വേഷിക്കാതെ നമ്മളോട് പൊറുക്കുകയും ക്ഷമിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവമല്ലാതെ മറ്റാരുമില്ല എന്നോർക്കണം. പിതാവ് മാത്രമേ അത് ചെയ്യുകയുള്ളൂ. പിതാവ് മാത്രമേ നമുക്ക് പുതിയ വസ്ത്രം നൽകുകയുള്ളൂ. പിതാവ് മാത്രമാണ് മോതിരവും ചെരിപ്പും അണിയിക്കുന്നത്. മനുഷ്യരായ നമ്മളുടെയൊക്കെ കുറവുകളും ബലഹീനതയുമാണത് മറ്റു മനുഷ്യരുടെ തിരിച്ചുവരവ് അംഗീകരിക്കാൻ മടിക്കുന്നത് എന്നത്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ലേത്താര സൺഡേയിൽ നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവമുണ്ട്. നമ്മളെ പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു, അവിടുന്ന് കാത്തിരിക്കുന്നു. നമുക്ക് പുതിയ ചെരുപ്പുകൾ നൽകുന്നു, അതായത് പുതിയ ദൗത്യം നൽകുന്നു. നമ്മളുമായിട്ട് പുതിയ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. നോമ്പുകാലത്തിലെ ഈ ഞായറാഴ്ച, തിരിച്ചുവരവിൻ്റെ ആഘോഷം നടത്തുന്ന ഈ ഞായറാഴ്ച, ഈ ലേത്താര സൺഡേയിൽ നമുക്ക് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. കാരണം ഇതേപോലെ ഒരു പിതാവ് നമ്മെ കാത്തിരിക്കുന്നു. തിരിച്ചു വരാം. നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മറ്റ് ശേഷികളുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം പുറത്തു നിന്ന മകനെ പോലെ ആകരുത് നമ്മൾ എന്ന ഒരു ചിന്തയും കൂടി നമ്മളുടെ മനസ്സിൽ വയ്ക്കണം. മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മാനസാന്തരം സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ നമ്മൾക്കൊക്കെ ഹൃദയ തുറവുണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.